राम राम हरे हरे गुरवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्णभक्ताय തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ. എല്ലാ പ്രിയപ്പെട്ട ഭക്തർക്കും എൻ്റെ വിനീതമായ സാഷ്ടാംഗ പ്രണാമം. ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ കഴിഞ്ഞ ഒരു മാസത്തോളമായി കുന്തി സ്തുതിയും ഭീഷ്മസ്തുതിയും നമ്മൾ പഠിച്ചു. അതിമനോഹരമായിട്ടുള്ള പ്രാർത്ഥനകൾ, പരിശുദ്ധ ഭക്തരുടെ ആ ഹൃദയത്തിൽ നിന്ന് ആവിർഭവിക്കുന്ന മനോഹരമായിട്ടുള്ള ശ്ലോകങ്ങളാണ് ഈ സ്തുതികളെല്ലാം തന്നെ. ദശമസ്കന്ധം അല്ലെങ്കിൽ ദശമസ്കന്ധത്തിൽ ഒരുപാട് സ്തുതികളും ഗീതങ്ങളും ഒക്കെ ഉണ്ട്. ഉദാഹരണത്തിന് ഗോപിഗീതം, വേണുഗീതം, യുഗൽ ഗീതം, ഭ്രമർ ഗീതം, അങ്ങനെ ഒരുപാട് അതിമനോഹരമായിട്ടുള്ള ഗീതങ്ങളുണ്ട്. ഭഗവാൻ ഒരുപാട് പ്രിയപ്പെട്ടതാണ്. അതേപോലെ തന്നെ മറ്റുള്ള സ്കന്ധങ്ങളിലും നമ്മൾ കാണാം ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. ഗജേന്ദ്ര സ്തുതി, വൃത്രാസുരന്റെ പ്രാർത്ഥനയുണ്ട്, ബ്രഹ്മാവിന്റെ സ്തുതിയുണ്ട്. ദശമസ്കന്ധത്തിലെ 14-ാമത്തെ അധ്യായത്തിൽ പ്രഹ്ലാദ് മഹാരാജന്റെ സ്തുതി 7-ാമത്തെ സ്കന്ധത്തിൽ വരുന്നു. 4-ാമത്തെ സ്കന്ധത്തിൽ ധ്രുവ മഹാരാജന്റെ സ്തുതിയുണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ എല്ലാ സ്കന്ധങ്ങളിലും നമുക്ക് കാണാം അതിമനോഹരമായിട്ടുള്ള പ്രാർത്ഥനകൾ, ഭഗവാന്റെ പരിശുദ്ധ ഭക്തർ ചൊല്ലുന്ന പ്രാർത്ഥനകൾ, ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥനകളാണ്. അതിൽ വളരെ വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളിൽ 2 പ്രാർത്ഥനകളാണ് കുന്തി സ്തുതിയും അതേപോലെ തന്നെ ഭീഷ്മസ്തുതിയും. സ്കന്ധം 1-ലെ ആണെങ്കിൽ പോലും ഒരുപാട് ഫേമസ് ആണ് ഈ 2 സ്തുതികളും. അതേപോലെ തന്നെ ഒരുപാട് ഭക്തർക്ക് അല്ലെങ്കിൽ നമുക്ക് പഠിച്ച് അത് കാണാതെ പഠിച്ച് ചൊല്ലാവുന്ന പ്രാർത്ഥനകളാണ് ഇതെല്ലാം തന്നെ. ഭഗവാന്റെ കൃപ കൊണ്ട്, അനന്തപത്മനാഭ സ്വാമിയുടെ കൃപ കൊണ്ട് നമ്മൾ ജഗന്നാഥന്റെ പട്ടാഴിയിലുള്ള ജഗന്നാഥന്റെയും കൃപ കൊണ്ട് നമ്മൾ അതെല്ലാം പഠിച്ചു. അതിമനോഹരമായിട്ടുള്ള ശ്ലോകങ്ങൾ. കുറച്ച് ഭക്തര് എന്നോട് പറഞ്ഞിരുന്നു, എനിക്ക് പേഴ്സണൽ മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ 2 സ്തുതികളും ശ്ലോകം മാത്രം ചൊല്ലിക്കൊണ്ട് വോയിസ് റെക്കോർഡിംഗ് ആയിട്ടോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ടോ പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിനുള്ള സമയം എനിക്ക് കിട്ടിയില്ലായിരുന്നു. ഇല്ലെങ്കിൽ ഇനി വരുന്ന ആഴ്ചകളിൽ എപ്പോഴെങ്കിലും സമയം നോക്കി ഞാൻ ചെയ്യാം. കുന്തി സ്തുതിയും അതേപോലെ തന്നെ ഭീഷ്മസ്തുതിയും. സ്തുതി മാത്രം, നമ്മൾ വേറെ ഒന്നുമില്ല, ശ്ലോകങ്ങൾ 1 കഴിഞ്ഞാൽ 2 അങ്ങനെ ശ്ലോകങ്ങൾ മാത്രം ആയി റെക്കോർഡ് ചെയ്ത് അങ്ങനെ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് പേര് പറഞ്ഞിരുന്നു. അപ്പം നോക്കിയിട്ട് ഞാൻ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ 42-ാമത്തെ ശ്ലോകമാണ് 9-ാമത്തെ അധ്യായത്തിലെ അവസാനത്തെ ഭീഷ്മസ്തുതി, അവസാനത്തെ ശ്ലോകം നമ്മൾ പഠിച്ചത്. ഇനി 43 മുതൽ നമുക്ക് നോക്കാം. ഈ ഒരു അധ്യായം കഴിയാറായി. ഇന്ന് ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ ഇനി കുറച്ചും കൂടെ ഉള്ളൂ നമ്മൾ മുന്നോട്ട് ഈ ഒരു അധ്യായം തീരാൻ വേണ്ടി. അപ്പോൾ നോക്കാം. സ്തുതിയെല്ലാം കഴിഞ്ഞു. ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഭീഷ്മ പിതാമഹൻ ഭഗവാന്റെ അടുത്തേക്ക് വൈകുണ്ഠത്തിലേക്ക് പോകാനുള്ള സമയമായി. ഈ ശ്ലോകങ്ങൾ സ്തുതി കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം പിന്നീട് സമാധിയിലേക്ക് പോകുന്നു. കാര്യം ഇതെല്ലാം അദ്ദേഹം ഭഗവാനെ നേരിട്ട് കണ്ടുകൊണ്ട്, ഭഗവാന്റെ തിരുമുഖം കണ്ടുകൊണ്ടാണ് അദ്ദേഹം സ്തുതിച്ചുകൊണ്ടിരുന്നത്. അതേ സമയത്ത് സ്തുതി ചെയ്യുന്ന കൂട്ടത്തിൽ ഹൃദയത്തിൽ ആ ഒരു രൂപത്തെ, ഭഗവാന്റെ ആ ഒരു രൂപത്തെ അദ്ദേഹം സ്ഥാപിക്കുന്നു. അങ്ങനെ അവസാനം സ്തുതിയെല്ലാം കഴിഞ്ഞു. ഇനി പൂർണ്ണമായിട്ടും ആ ഒരു രൂപത്തെ അദ്ദേഹം ധ്യാനിച്ചുകൊണ്ട് വൈകുണ്ഠത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇനി കാണുന്നത്. 43-ാമത്തെ ശ്ലോകത്തിൽ സൂത ഗോസ്വാമി പറയുന്നു, ശ്ലോകം 43, സൂത ഉവാച കൃഷ്ണ ഏവം ഭഗവതി മനോ വാഗ്ദൃഷ്ടിവൃത്തിഭിः ആത്മനി ആത്മാനം ആവേശ്യ സോന്താശ്വാസ ഉപാരമത്. പ്രീത മാതാജി വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 43. സൂതവാചാം കൃഷ്ണ ഏവം ഭഗവതി മനോവാക്ദൃഷ്ടിവൃത്തിഭിः ആത്മനി ആത്മാനം ആവേശ്യ സ്വന്തശ്വാസ ഉപാരമത്. വിവർത്തനം ശ്രീല പ്രഭുപാദി ജയ്. സൂത ഗോസ്വാമി അരുളി ചെയ്തു, അപ്രകാരം ഭീഷ്മദേവൻ പരമാത്മാവായ ശ്രീകൃഷ്ണ ഭഗവാനിൽ, പരമദിവ്യോത്തമ പുരുഷനിൽ മനസ്സാലും വാക്കാലും ദൃഷ്ടിയാലും
സ്വയം ഐക്യം പ്രാപിച്ചു. അപ്രകാരം ശ്വാസം നിലച്ച് അദ്ദേഹം നിശ്ചയ. ഹരേ കൃഷ്ണ. സൂതഗോസ്വാമി പറയുന്നു, അങ്ങനെ ഭീഷ്മ പിതാമഹൻ ഭഗവാനിൽ പൂർണ്ണമായിട്ടും ധ്യാനിച്ച് ഭഗവാന്റെ ആ സ്വരൂപത്തെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സും ശരീരവും അദ്ദേഹത്തിന്റെ വാക്കുകളും ദൃഷ്ടിയും എല്ലാം തന്നെ അദ്ദേഹം ഭഗവാനിലേക്ക് കേന്ദ്രീകരിച്ച് ധ്യാനിക്കുന്നു. സമാധിയിലാണ്. ഈ ഒരു സമാധിയെ പറയുന്നത് നിർവികൽപ്പ സമാധി എന്നാണ് പറയുന്നത്. നിർവികൽപ്പ സമാധി, അതായത് ശരീരവും മനസ്സും അതേപോലെ എല്ലാ ഇന്ദ്രിയങ്ങളും വാക്കുകളും അതേപോലെ എല്ലാം തന്നെ പൂർണ്ണമായിട്ടും അതിനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അതിനെ ഒരു ബിന്ദുവിലേക്ക് കൊണ്ടുവന്ന് അത് വേറെ ഒന്നുമല്ല, ഭഗവാന്റെ സ്വരൂപത്തെ ഹൃദയത്തിൽ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഭീഷ്മ പിതാമഹൻ മിണ്ടാതെയാവുന്നു, അതായത് സമാധിയിലാവുന്നു. അങ്ങനെ ശ്വാസം നിലയ്ക്കുന്നു. ശീല പ്രഭുപാദിയുടെ ഭാവാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ സമാധിയെ കുറിച്ച്. ഭീഷ്മ പിതാമഹൻ നിർവികൽപ്പ സമാധിയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹം നേടിയത് എന്നുള്ളത്. അതായത് എല്ലാം തന്നെ ഇന്ദ്രിയങ്ങളും ചിന്തകളും മനസ്സും ശരീരവും എല്ലാം തന്നെ ഭഗവാനിലേക്ക് പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് നിർവികൽപ്പ സമാധി എന്ന് പറയുന്നു. ശീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഒരു ഭക്തനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭക്തിയിൽ നമുക്ക് ഏറ്റവും വലിയൊരു വിജയം നേടണമെങ്കിൽ, ഭക്തിയിലെ വിജയം എന്താണ്? ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നതിന്റെ ഫലം എന്താണ്? നമ്മൾ ഇപ്പോൾ ഈ ഭൗതിക ലോകത്തിൽ ഇരുന്ന് ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നു, എന്നാൽ ഇതിനൊരു ഫലമുണ്ട്. ഫലം എന്താണ്? ശാശ്വതമായിട്ട് ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ് ഇതിന്റെ റിസൾട്ട്, അല്ലെ? അത് ഇവിടെയാണോ, ഗോലോക വൃന്ദാവനത്തിലാണോ, വൈകുണ്ഠത്തിലാണോ, അതൊക്കെ ഓരോരുത്തരുടെ അല്ലെങ്കിൽ ഭഗവാൻ തീരുമാനിക്കുന്ന പോലെ സംഭവിക്കുന്നു. എന്നാൽ എവിടെയാണെങ്കിലും, ഈവൻ ഭൗതിക ലോകത്തിലാണെങ്കിൽ പോലും ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുക, ഇതാണ് അതിന്റെ റിസൾട്ട്, അല്ലെ? അതായത് മനുഷ്യരൂപത്തിൽ നമ്മൾ ഉള്ളപ്പോഴും ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുക, ഇനി അതിനുശേഷം ആത്മീയ ശരീരം കിട്ടിയതിനു ശേഷവും ഭഗവാനെ സേവിക്കുക. അതാണ് ഭക്തിയുത സേവനങ്ങളുടെ അവസാനത്തെ റിസൾട്ട്. എന്നാൽ അവിടേക്ക് എത്തണമെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന വൈദി സാധന ഭക്തിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഗോലോക വൃന്ദാവനത്തിലേക്കും വൈകുണ്ഠത്തിലേക്കും പ്രവേശിക്കണമെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല. വെറുതെ കുറെ പൈസയുണ്ട് എന്ന് വിചാരിച്ച് നമുക്ക് അമേരിക്കയിലേക്കോ അന്റാർട്ടിക്കയിലേക്കോ വേണമെങ്കിലും ടിക്കറ്റ് എടുത്ത് ഫ്ലൈറ്റിൽ പോകാൻ സാധിക്കും, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ. എന്നാൽ ഇങ്ങോട്ട് വൈകുണ്ഠ വിമാനത്തിൽ കയറാൻ വേണ്ടി, ഗോലോക വൃന്ദാവനത്തിലെ വിമാനത്തിൽ കയറാൻ വേണ്ടി, അവിടെ പോകാൻ വേണ്ടി നമുക്ക് എത്ര പൈസ ഉണ്ടായിട്ടും കാര്യമില്ല. ഒന്നും പൈസയുണ്ട് അല്ലെങ്കിൽ എല്ലാം സൗകര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു കാര്യമില്ല, അങ്ങോട്ടേക്ക് പ്രവേശനം ഇല്ല. അങ്ങോട്ടേക്ക് പ്രവേശനമുള്ളത് ഭക്തർക്ക് മാത്രമാണ്, പരിശുദ്ധ ഭക്തർക്ക്. പരിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% പരിശുദ്ധി ഉള്ളവർക്ക്. ഒരു ശതമാനം പോട്ടെ, 1% ഒരു ചെറിയൊരു ബിന്ദു, ഒരു പൊട്ട് പോലും അതിൽ ചെറിയൊരു പ്രശ്നം, അനർത്ഥം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിടെ കഴിയുന്നു. അപ്പോൾ നമുക്ക് അവിടെ പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഭക്തിയുത സേവനങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളത്. ആ പരിശുദ്ധ അവസ്ഥയിലേക്ക്, അതായത് അതിലൊന്നും ഒരു ചെറിയൊരു കളങ്കം പോലും പാടില്ല, ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. ചിന്തിക്കുമ്പോൾ ദൂരം ഒരുപാട് കൂടുതലാണ് നമുക്ക്. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മളൊന്ന് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ പരിശുദ്ധ ഭക്തി എന്ന് പറയുന്നത് എത്രയോ ദൂരത്തിലാണ് എന്നുള്ളത്. കാര്യം ഒരു ചെറിയൊരു പൊട്ട് പോലും അതിൽ കളങ്കം പാടില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല, എന്നാൽ സാധിക്കാത്തതുമല്ല. എളുപ്പമാണെന്ന് പറയുന്നില്ല, പരിശീലനം എളുപ്പമാണ്. അതായത് നമ്മൾ ചെയ്യുന്ന പ്രോസസ് അത് എളുപ്പമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ കാട്ടിൽ പോയി ഭക്ഷണം കഴിക്കാതെ നേരെ ഇരുന്നു കൊണ്ട്, അതായത് അഷ്ടാംഗ യോഗത്തിൽ പറയുന്ന ഒരുപാട് പ്രോസസ്സ് പറയുന്ന പോലെ ശ്വാസം വിടാതെ ശ്വാസം പിടിച്ചുകൊണ്ട് ചെയ്യാനൊന്നും പറയുന്നില്ല. അത് ബുദ്ധിമുട്ടുള്ള പ്രോസസ്സാണ്. എന്നാൽ
ഭക്തിയുത സേവനങ്ങൾ ബുദ്ധിമുട്ടില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നു. കൂട്ടത്തിൽ നാമം ചൊല്ലുന്നു, കീർത്തനം ചൊല്ലുന്നു, ഭഗവാനെ കുറിച്ച് കേൾക്കുന്നു, ചർച്ച ചെയ്യുന്നു. ഇതാണ് അല്ലെ ഇവിടെ പ്രഭുപാദ് പറയുന്നു നവവിധ ഭക്തിയെ കുറിച്ച്. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇങ്ങനെ ഈ നവവിധ ഭക്തിയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോവേണ്ടത്. അപ്പോൾ ഈ പ്രോസസ് എല്ലാം അഷ്ടാംഗയോഗമായിട്ട് നമ്മളൊരു താരതമ്യം ചെയ്യുമ്പോൾ എളുപ്പമാണ്. എന്നാൽ ഇതിന്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് പെർഫെക്ഷനിലേക്ക് എത്തുവാൻ സമയമെടുക്കും. ആ പെർഫെക്ഷനിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ആത്മീയ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പ്രഭുപാദ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഭാവാർത്ഥത്തിൽ നവവിധ ഭക്തിയാണ് ഇങ്ങനെ ഭീഷ്മ പിതാമഹന് കിട്ടിയ ആ റിസൾട്ടും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. എന്നാൽ അതിലേക്കുള്ള വഴി എന്താണ്? ഈ നവവിധ ഭക്തിയാണ് എന്ന് പറയുന്നു ആദ്യം. അതിനുശേഷം പറയുന്നു ഈ നവവിധ ഭക്തി അല്ലെങ്കിൽ ഇതെല്ലാം ഈ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നത് ഒരു പരിശുദ്ധ ഭക്തന്റെ കീഴിലായിരിക്കണം, ഒരു ഗുരുവിന്റെ കീഴിലായിരിക്കണം ഇത് നമ്മൾ പരിശീലിക്കേണ്ടത്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പുരോഗതി ഉണ്ടാവുന്നു. ഇതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് പ്രഭുപാദ് ഇവിടെ പറയുന്നത് ശ്രവണമാണ് എന്ന് പറയുന്നു. ഭഗവാനെ കുറിച്ച് കേൾക്കുക. നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യം ശ്രീമദ് ഭാഗവതം നമ്മൾ കേൾക്കുന്നു, വായിക്കുന്നു, പഠിക്കുന്നു, ചൊല്ലുന്നു. നമ്മളെല്ലാവരും, ഞാനടക്കം നമ്മളെല്ലാവരും കേൾക്കുന്നു, അതേപോലെ തന്നെ ചർച്ച ചെയ്യുന്നു, പറയുന്നു, ഭഗവാനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ ഒരു ശ്രവണം എന്ന് പറയുന്ന പ്രോസസ്. ആ ശ്രവണം കീർത്തനവും നടക്കുന്നു. ശ്രവണം കീർത്തനവും രണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രവണത്തെയും കീർത്തനത്തെയും നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത് നമ്മൾ എപ്പോഴും പറയാറുള്ള ഉദാഹരണം പോലെ ഒരു റെയിൽവേ ട്രാക്ക് പോലെയാണ്. ഒരു തീവണ്ടി പോകണമെങ്കിൽ, ട്രെയിൻ പോകണമെങ്കിൽ രണ്ട് ഭാഗത്തും പാളങ്ങൾ വേണം. അപ്പോഴാണ് ട്രെയിൻ പോകുന്നത്. ഒരു പാളം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, രണ്ട് ഭാഗത്തും വേണം. അപ്പോൾ ഒന്ന് ശ്രവണമാണെന്ന് കീർത്തനമാണ്. ഇത് രണ്ടും ഒരേപോലെ പോകുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ശരീരമാകുന്ന ആ ഒരു ട്രെയിൻ ഭക്തിയിൽ മുന്നോട്ട് പോകുന്നത്, ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. ശ്രവണവും കീർത്തനവുമാണ് ഇതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ശ്രീല പ്രഭുപാദി ഇവിടെ എടുത്തു പറയുന്നു. ഭീഷ്മ പിതാമഹൻ നമ്മളെ പഠിപ്പിക്കുന്നു ഇതെല്ലാം. അങ്ങനെ ഭീഷ്മ പിതാമഹന്റെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള അതേ ഡെസ്റ്റിനേഷൻ തന്നെ, അല്ലെങ്കിൽ അതേ റിസൾട്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. എന്നാൽ അതിലേക്കുള്ള മാർഗം ഇതാണ് എന്ന് ഇവിടെ പ്രഭുപാദ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. 44-ാമത്തെ ശ്ലോകം നോക്കാം. സമ്പദ്യമാനം അജ്ഞായ ഭീഷ്മം ബ്രഹ്മണി നിഷ്കലേ സർവേ ബഭൂവുസ്തേ തൂഷ്ണീം വ്യാംസിവ ദിനാത്യയേ. ഹരേ കൃഷ്ണ. പ്രഭുജി ഞാൻ വായിച്ചോട്ടെ? വായിക്കൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. സമ്പദ്യമാനമാജ്ഞായ ഭീഷ്മം ബ്രഹ്മണി നിഷ്കളേ സർവേ ബുഭുസ്തേ തൂഷ്ണീം വയാംസി വദിനാത്യയേ. വിവർത്തനം ശ്രീല പ്രഭുപാദ് ജയ്. നിരപേക്ഷകന്റെ അപരിമിതമായ നിത്യതയിൽ ഭീഷ്മദേവൻ വിലയം പ്രാപിച്ചു എന്നറിഞ്ഞ അവിടെ സന്നിഹിതരായവരെല്ലാം ദിനാന്ത്യത്തിലെ പക്ഷികളെ പോലെ നിശബ്ദരായി തീർന്നു. ഹരേ കൃഷ്ണ. അവിടെ എന്ത് സംഭവിക്കുന്നു? എല്ലാവരും ഭീഷ്മ പിതാമഹന്റെ വിയോഗം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭീഷ്മ പിതാമഹന്റെ സ്തുതി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വിയോഗവും കാണുന്നു. അദ്ദേഹം നിർവികൽപ്പ സമാധിയിലേക്ക് പ്രവേശിക്കുന്നതും അവർ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇവിടെ പറയുന്നു എല്ലാവരും, അവിടെ കൂടിയിട്ടുള്ള എല്ലാവരും, നമുക്കറിയാം ആരൊക്കെയാണ് അവിടെ ഉള്ളതെന്ന്. പാണ്ഡവരും ഭഗവാൻ കൃഷ്ണനും മാത്രമല്ല, വ്യാസദേവനുണ്ട്, ശുകദേവ് ഗോസ്വാമിയുണ്ട്, ഒരുപാട് ദേവതമാര് സ്വർഗലോകങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്, അതേപോലെ ഒരുപാട് ഋഷിവര്യന്മാരുണ്ട്, പരശുരാമൻ, ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാവരും തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഭീഷ്മ പിതാമഹൻ വൈകുണ്ഠത്തിലേക്ക് പോകുന്നത് അവര് നേരിട്ട് കാണുന്നു. എല്ലാവരും അവിടെ നിശബ്ദരാവുന്നു. നിശബ്ദരാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദാഹരണം പറയുന്നത് പക്ഷികൾ കാലത്തെ സമയത്ത് ആക്റ്റീവ് ആയിരിക്കും, രാത്രിയാവുമ്പോൾ സന്ധ്യയായി കഴിഞ്ഞാൽ അവരുടെ ശബ്ദം കേൾക്കാതെയാവും. അതേപോലെ എല്ലാവരും അവിടെ സൈലന്റ് ആവുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ശ്ലോകം നോക്കുമ്പോൾ
ഭാവാർത്ഥത്തിൽ അല്ലെങ്കിൽ ശ്ലോകത്തിൽ നോക്കുവാണെങ്കിലും ഇവിടെ ഭീഷ്മം ബ്രഹ്മണി നിഷ്കലെ എന്നാണ് പറയുന്നത്. അതായത് ഭീഷ്മം ബ്രഹ്മണി, അതായത് ബ്രഹ്മണി സമ്പദ്യമാനാം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു തെറ്റായിട്ടുള്ള ഒരു ചിന്ത വരാം. അതായത് തെറ്റായിട്ടുള്ള ചിന്ത എന്ന് ഉദ്ദേശിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്താം. ഭീഷ്മ പിതാമഹൻ ബ്രഹ്മജ്യോതിയിലേക്ക് ലയിച്ചു എന്നാണോ പറയുന്നത് എന്നുള്ളത്. എന്നാൽ ബ്രഹ്മജ്യോതിയിലേക്ക് ലയിച്ചു എന്നുള്ളതല്ല പറയുന്നത്. എന്നുള്ളത് ശ്രീല പ്രഭുപാദി വളരെ വിശദമായിട്ട് ഭാവാർത്ഥത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. പരിശുദ്ധ ഭക്തനായിട്ടുള്ള ഭീഷ്മ പിതാമഹൻ ബ്രഹ്മജ്യോതിയിലേക്ക് പോകുന്ന വ്യക്തിയല്ല. കാര്യം ഭഗവാന്റെ സ്വരൂപത്തെ അദ്ദേഹം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. തീർച്ചയായിട്ടും വൈകുണ്ഠ ലോകങ്ങളിലേക്കാണ് അദ്ദേഹം പോകുന്നത്, അല്ലാതെ ബ്രഹ്മജ്യോതിയിലേക്കല്ല. ബ്രഹ്മജ്യോതിയിലേക്ക് പോകുന്നവര് ഭഗവാന്റെ സ്വരൂപത്തെ മനസ്സിലാക്കാത്തവരാണ്, അതിനെ സ്വരൂപത്തെ അംഗീകരിക്കാത്തവരാണ്. അങ്ങനെയുള്ളവർക്ക് ബ്രഹ്മജ്യോതി ആയിരിക്കും ഡെസ്റ്റിനേഷൻ. എന്നാൽ ഭീഷ്മ പിതാമഹൻ ജ്ഞാനിയല്ല, യോഗിയുമല്ല, അദ്ദേഹം ഭക്തിയോഗിയാണ്. അദ്ദേഹം അംഗയോഗിയുമല്ല, ജ്ഞാനയോഗിയുമല്ല, മറിച്ച് അദ്ദേഹം പരിശുദ്ധ ഭക്തനാണ്, ഭക്തിയോഗിയാണ്. അദ്ദേഹം പോകുന്ന സ്ഥലം വൈകുണ്ഠമല്ലാതെ വേറൊരു സ്ഥലമല്ല എന്നുള്ളത് പ്രഭുപാദയുടെ വളരെ ഭംഗിയായി ഭാവാർത്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്. എല്ലാവരും വായിച്ചു നോക്കാം. അവസാനത്തെ പാരഗ്രാഫിൽ അത് എടുത്തു പറയുന്നു. വൈകുണ്ഠ ലോകങ്ങളിൽ പ്രത്യേകിച്ചും പാർത്ഥസാരഥി എന്ന് പറയുന്ന ഭഗവാന്റെ രൂപം എവിടെയാണോ ഉള്ളത് അവിടേക്കാണ് അദ്ദേഹം പോകുന്നത് എന്നുള്ളത്. വൈകുണ്ഠ ലോകങ്ങൾ ഒരുപാടുണ്ട്. വൈകുണ്ഠ ലോകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൗതിക ലോകത്തിലെ അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പറയുന്ന പോലെ വൈകുണ്ഠ ലോകത്തിലും അനേക കോടി വൈകുണ്ഠ ലോകങ്ങളുണ്ട്. അതിനൊരു അവസാനമില്ല, അതിനൊരു കണക്ക് പറയാൻ പറ്റില്ല, അത്രയധികം ഉണ്ട്. ഓരോ വൈകുണ്ഠ ലോകങ്ങളിലും ഭഗവാന്റെ സ്വരൂപമുണ്ട്. ഭഗവാൻ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഭഗവാന്റെ ലോകമാണ്. ഉദാഹരണത്തിന് പാർത്ഥസാരഥി എന്ന് പറയുന്ന ഭഗവാൻ, പാർത്ഥസാരഥി അവിടെ ചതുർഭുജ മൂർത്തിയായിട്ടാണുള്ളത്. ആ രൂപത്തില് അല്ലെങ്കിൽ ചതുർഭുജനായിട്ടുള്ള പാർത്ഥസാരഥി എന്ന് പേരുള്ള ഭഗവാൻ നാരായണന്റെ വൈകുണ്ഠ ലോകമുണ്ട്. അവിടേക്കാണ് ഇദ്ദേഹം പോകുന്നത്. ഇതേപോലെ ദാമോദരൻ എന്ന് പറയുന്ന ഒരു ചതുർഭുജ മൂർത്തിയുണ്ട്. കൃഷ്ണൻ എന്ന് പറയുന്ന കൃഷ്ണ എന്ന പേരുള്ള ഒരു ചതുർഭുജ മൂർത്തിയുണ്ട്. ഇതൊന്നും നമ്മുടെ ദാമോദരനും കൃഷ്ണനും അല്ല, വിഷ്ണു രൂപങ്ങളാണ്. വിഷ്ണുവിന്റെ അനന്തമായിട്ടുള്ള അല്ലെങ്കിൽ കൃഷ്ണനും വിഷ്ണുവും തമ്മിൽ തത്വത്തിൽ വ്യത്യാസമില്ല എന്ന് നമുക്കറിയാം. ഭഗവാൻ കൃഷ്ണനും നാരായണനും തമ്മിൽ തത്വത്തിൽ വ്യത്യാസമില്ല എന്ന് നമുക്കറിയാം. പേരുകൾ ഇന്റർചേഞ്ചബിൾ ആണ് പലപ്പോഴും. എന്നാൽ നമ്മൾ വൃന്ദാവനത്തിലെ ദാമോദരനും അതേപോലെ തന്നെ ഇപ്പോൾ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലും അല്ലെങ്കിൽ അസ്തിനാപുരത്തിലും ദ്വാരകയിലുമുള്ള പാർത്ഥസാരഥി എന്ന് പറയുന്ന പേരുള്ളതും ആ ഭഗവാന്റെ രൂപമല്ല ഇവിടെ എന്നുള്ളത് മനസ്സിലാക്കുക. കാര്യം ഭീഷ്മ പിതാമഹന്റെ ഇഷ്ടദേവൻ ചതുർഭുജ നാരായണനാണ്, അല്ലെ? അപ്പോൾ ആ നാരായണ രൂപത്തിൽ പാർത്ഥസാരഥി എന്ന് പറയുന്ന പ്രത്യേകിച്ചുള്ള ആ ഒരു സ്വരൂപത്തെയാണ് അദ്ദേഹം ധ്യാനിച്ചുകൊണ്ടിരുന്നത്, അദ്ദേഹത്തിന്റെ ഇഷ്ടദേവൻ. അങ്ങനെ ഭീഷ്മ പിതാമഹൻ അങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് പ്രഭുപാദ് വളരെ വ്യക്തമായിട്ട് തന്നെ ഭാവാർത്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇതാണ് ഒരു ഭക്തന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ഡെസ്റ്റിനേഷൻ എന്നാ പറയുന്നത്. കാര്യം അവരുടെ ഇഷ്ടദേവന്റെ ലോകത്തിലേക്ക് പോവുക, അവിടെ പോയി ആ ഇഷ്ടദേവനെ സേവനം ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു ഭക്തനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം. ആ ഒരു കാര്യം നടക്കുന്നു ഭീഷ്മ പിതാമഹന്. ഇത് ഇങ്ങനെയുള്ള കഥകളെല്ലാം, ചരിത്രങ്ങളൊക്കെ, ഇത് വെറും കഥയല്ല, ചരിത്രങ്ങളാണ്, നടന്നിട്ടുള്ളതാണ്, നടക്കുന്നതാണ്, ഇപ്പോഴും പല ബ്രഹ്മാണ്ടങ്ങളിൽ നടക്കുന്നുണ്ടാവും. ഇതെല്ലാം ഈ ചരിത്രങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ ഭാഗവത്തിൽ പറഞ്ഞിട്ടുള്ളത് വ്യാസദേവൻ നമുക്കും ഒരു ഹോപ്പ് ഉണ്ടാവണം ഇതെല്ലാം കേൾക്കുമ്പോൾ. ഇതേപോലെ ഭീഷ്മ പിതാമഹന്റെ തൃപാദങ്ങൾ പിന്തുടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പൊസിഷനിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും എന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്നു ഇതിലൂടെയെല്ലാം. 45-ാമത്തെ ശ്ലോകം. തത്ര ദുന്ദുഭയോ നേദുർ ദേവമാനവവാദിതാഃ ശശംശോ സാധവോ രാജ്ഞാം ഖാത്പേതു പുഷ്പവൃത്യയാ വൃത്സയാ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. വായിക്കൂ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഗണപതി പ്രഭു വായിക്കൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ.
തത്ര ദുന്ദുഭയോ നേതുർദേവമാനവവാധിത ശശംസു സാധവോ യജ്ഞാം ആത്മേതു പുഷ്പവൃഷ്ടയോ. ഹരേ കൃഷ്ണ. വിവർത്തനം. ശിലപ്രഭാതക്ക് ജയം. അനന്തരം മാനവരും ദേവന്മാരും ആദരസൂചകമായി പെരുമ്പറ മുഴക്കുകയും സത്യസന്ധരായ രാജവംശകർ ബഹുമാനാദരങ്ങൾ പ്രകടിപ്പിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ആകാശത്ത് നിന്നും പുഷ്പവർഷം ചൊരിയാൻ തുടങ്ങുകയും ചെയ്തു. ഹരേ കൃഷ്ണ. താങ്ക് യു. അവിടെയുള്ള വരിഷ്ഠരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. കൂട്ടത്തിൽ ദേവതമാരുണ്ട്. ദേവതമാര് താഴെയുണ്ട്. ദേവതമാര് ആകാശത്തും അല്ലെങ്കിൽ സ്വർഗലോകങ്ങളിൽ നിന്ന് പുഷ്പങ്ങൾ സമർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് ഭീഷ്മ പിതാമഹന്റെ വിയോഗത്തെ അവര് ആദരിക്കുന്നു. റെസ്പെക്ട് ചെയ്തുകൊണ്ട്, ആദരിച്ചുകൊണ്ട്, സന്തോഷം കൊണ്ട് എല്ലാവരും പുഷ്പങ്ങൾ അവിടെ ചൊരിയുന്നു, പുഷ്പങ്ങൾ സമർപ്പിക്കുന്നു. ഇത് നമ്മൾ സാധാരണ വിചാരിക്കും ഒരു ഭക്തന്റെ അല്ലെങ്കിൽ ഒരാൾ മരിക്കുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമല്ല ശരിക്കും, അല്ലെ? പ്രത്യേകിച്ചും നമ്മൾ ഭക്തരുടെ കാര്യമല്ല ഇപ്പൊ പറയുന്നത്. നോർമൽ ആയിട്ടുള്ള ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തീരെ സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കാര്യം ആ ശാരീരികമായിട്ടുള്ള ആ ഒരു കണക്ഷൻ, ബന്ധം, ആ ശരീരബോധത്തിൽ ജീവിച്ച് നമുക്ക് വല്ലാത്തൊരു ശരീരത്തിനോട് തോന്നുന്ന അറ്റാച്ച്മെന്റ് കൂടി അങ്ങനെ വരുമ്പോഴാണ് മരണം തീരെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോഴാണ് ആളുകൾ ഒരുപാട് ഇമോഷണൽ ആവുന്നതൊക്കെ. അപ്പോൾ ഈ ഇമോഷണൽ ആവുന്നത് ഈവൻ ഭക്തരുടെ ഇടയിലും ഇമോഷണൽ ആവും ആളുകൾ. പക്ഷേ ഈ തത്വങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഭക്തനാണെങ്കിൽ അവർക്കറിയാം, അവർക്കൊരു വിഷമം ഉണ്ടാവും, അവരും കരയുമായിരിക്കാം. എന്നാൽ മറ്റുള്ള ഭൗതികവാദികളെ പോലെ, കർമ്മികളെ പോലെ ഉള്ള ഒരു കരച്ചിലും ബഹളവും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ ആയിരിക്കില്ല ഭക്തരുടെ. വിഷമം ഉണ്ടാവും, കരയുന്നുണ്ടാവും എന്നുണ്ടെങ്കിൽ പോലും കാര്യം ഹൃദയത്തിനകത്ത്, മനസ്സിനകത്ത് തത്വങ്ങൾ ഉണ്ടെങ്കിൽ, ഭഗവത്ഗീത ഭാഗവതമൊക്കെ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, കേട്ടിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യണം, ഈ ഒരു അവസ്ഥയെ എങ്ങനെ നമുക്ക് സഹിഷ്ണുതയോടുകൂടി സഹിക്കണം എന്നുള്ളതെല്ലാം അവർക്ക് അറിയുന്നുണ്ടെങ്കിൽ അത് വളരെ ഭംഗിയായിട്ട് അവര് അത് ചെയ്യും. എന്നാൽ മറ്റുള്ളവരുടെ അവസ്ഥ നമുക്ക് അറിയാവുന്നതാണ്. എന്നാൽ വേറൊരു കാര്യം കൂടെയുണ്ട്. അപ്പോൾ വിഷമം ഇനി നമുക്ക് ഭക്തരുടെ കാര്യം മാത്രം പറയുവാണെങ്കിൽ, ആത്മാർത്ഥതയോടുകൂടി ഭക്തി സേവനങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ഭക്തൻ, അദ്ദേഹത്തിന്റെ വിയോഗം എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഒരു വ്യക്തി ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ വിയോഗത്തിൽ ഒരു വിഷമം ഉണ്ടാവും. കാര്യം അദ്ദേഹത്തിന്റെ ഒരു സംഘം നമുക്ക് കിട്ടില്ല എന്നുള്ളത് ആ ഒരു കാരണം കൊണ്ട് നമുക്ക് വിഷമം ഉണ്ടാവും. തീർച്ചയായിട്ടും ആ വിഷമം ഉണ്ടാവണം, നാച്ചുറലി ഉണ്ടാവണം. നമുക്ക് വിഷമം തീർച്ചയായിട്ടും ഉണ്ടാവണം. വിഷമം ഉണ്ടാവില്ല, അല്ലാതെ കഠിന ഹൃദയക്കാരാവുക എന്നുള്ളതല്ല. ഭക്തരുടെ വിയോഗം നമ്മളെ വിഷമിപ്പിക്കണം. കാര്യം അവരുടെ സംഘത്തിലൂടെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും. അവരുടെ സംഘത്തിലൂടെ നമുക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയാണ്. ആ ഒരു വിഷമം ഉള്ളിൽ വന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ കല്ല് ആയിട്ടുള്ള ഹൃദയം ആണെന്നുള്ളതാണ്. ഒരിക്കൽ ശ്രീല ഗോർ ഗോവിന്ദ സ്വാമി മഹാരാജ്, ശ്രീല പ്രഭുപാദിന്റെ വളരെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളിൽ ഉടനീളം അദ്ദേഹം പറയുന്നതാണ്, അദ്ദേഹം പറയും, ഭഗവാന് വേണ്ടി കരയാൻ പഠിക്കണം. ഇതാണ് അദ്ദേഹം പറയുന്നത്. ഭഗവാന് വേണ്ടി കരയാൻ പഠിക്കണം. എല്ലാവരും കരയണം എന്ന് പറയും. കരയണം എന്ന് പറഞ്ഞ് വേറെ ഒന്നുമല്ല, ആ വിയോഗത്തിൽ കരയണമെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. മഹാരാജന് അങ്ങനെയാണ്. മഹാരാജ ഭഗവാനെ, അതായത് എങ്ങനെയാണോ ഗോപികമാരും വൃന്ദാവനത്തിലെ വ്രജവാസികളും ഭഗവാൻ കൃഷ്ണൻ മഥുരയിലേക്ക് പോകുമ്പോൾ അവരുടെ വിയോഗം ഉണ്ടായിരുന്നത്, ഭഗവാനെ കാണാൻ പറ്റുന്നില്ല, കൂട്ടുകാർക്ക് കളിക്കാൻ സാധിക്കുന്നില്ല, ഗോപികമാർക്ക് കാണാൻ സാധിക്കുന്നില്ല, അച്ഛനും അമ്മയ്ക്കും കൂടെ മകനെ കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അവരുടെ കരച്ചിൽ നമുക്കറിയാം. ആ ഒരു വിയോഗം അല്ലെങ്കിൽ ആ ഒരു വിപ്രലംബ ഭാവം എന്ന് പറയുന്നത് അവരുടെ ഹൃദയത്തിൽ ഭഗവാനോടുള്ള സ്നേഹം കൂടുതൽ കൂട്ടിയിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ കൂട്ടുകയുള്ളൂ. ആ വിപ്രലംബ ഭാവത്തിൽ ഒരുപാട് സ്മരണ ഉണ്ടാവും. അപ്പോൾ എക്സ്റ്റേണലി നോക്കുമ്പോൾ അതൊരു വിയോഗം പോലെ നമുക്ക് തോന്നാം. പക്ഷെ ആന്തരികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹൃദയത്തിലാണെങ്കിൽ ആ പിരിഞ്ഞിരിക്കുന്ന കാരണം ഉള്ളിൽ അവരോടുള്ള സ്നേഹം ഉള്ളത് ഒരുപാട് മടങ്ങ് കൂടും. കാര്യം ആ വ്യക്തിയെ കാണാൻ പറ്റുന്നില്ല നേരിട്ട്, അല്ലെങ്കിൽ കൂടെ ഇല്ല എന്നുള്ളൊരു ഫീലിംഗ് വരുമ്പോൾ ഈ ഒരു ഭാവമൊന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇതെല്ലാം ആണ് ഒരു പരിശുദ്ധ ഭക്തന്റെ ഒരു ഹൃദയം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഉയരേണ്ടത്. ഈ ഒരു ലെവലിലേക്ക് നമ്മൾ എല്ലാവരും എത്തണം.
എന്നുള്ളതാണ്. ഈ ഭക്തിയിലൂടെ നമ്മൾ അവിടെ എത്തും. എന്നെങ്കിലും ഇന്ന് നമുക്ക് ഒരു ഫീലിങ്സും ഇല്ല, അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, അത് വേറെ കാര്യം. പക്ഷെ ഇതാണ് അൾട്ടിമേറ്റ്ലി എത്തേണ്ടതായിട്ടുള്ള ഒരു ലെവൽ. അപ്പോൾ ഇതെല്ലാം അദ്ദേഹം പറയുന്ന സമയത്ത് പറയും, ഗോർഗോൻ സ്വാമി മഹാരാജ് പറയും, നമ്മളെല്ലാവരും അല്ലെങ്കിൽ ഭഗവാന് വേണ്ടി കരയാൻ പഠിക്കണം എന്നുള്ളത്. അപ്പോൾ അത് പറയുമ്പോൾ ഒരു ഭക്തൻ ഒരു ദിവസം പറഞ്ഞു, മഹാരാജ് എപ്പോഴും പറയുന്നുണ്ട് ക്ലാസ്സിൽ, എപ്പോഴും പറയുന്നുണ്ട് ഭഗവാന് വേണ്ടി കരയാൻ പഠിക്കണം, എനിക്ക് കരയാൻ സാധിക്കുന്നില്ല, എന്റെ ഹൃദയം കല്ല് പോലെയാണ്, എനിക്കൊന്നും ഒരു അതായത് ഒരു വികാരമില്ലാത്തൊരു പോലെയായി. കാര്യം ഇതെല്ലാം പഠിച്ചു, തത്വങ്ങളെല്ലാം അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഒന്നും കൊണ്ട് ഒരു എന്താണെന്ന് അറിയുന്നില്ല, കല്ല് പോലെയാണ്, ഒരു ഇമോഷൻസ് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇപ്പോ നിനക്ക് കരയാൻ സാധിക്കുന്നുണ്ടാവില്ല, പക്ഷേ ഞാൻ നിങ്ങളെ വിട്ടുപോകുമ്പോൾ നിങ്ങൾ എല്ലാവരും കരയും, നീയും കരയും എന്ന് പറഞ്ഞു. അതായത് ശ്രീ ഗുരുവിന്റെ വിയോഗം ആത്മാർത്ഥതയുള്ള ഡിസൈപ്പിൾസിന്, ശിഷ്യർക്ക് തീരെ സഹിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. ഒരുപാട് അവരുടെ ഹൃദയത്തിൽ വേദന കൊടുക്കുന്ന കാര്യമാണ്. അപ്പോൾ അതാണ് അദ്ദേഹം ശിഷ്യരോട് പറഞ്ഞത്, ഇപ്പോൾ നിനക്ക് ഒരു പക്ഷേ കരയാൻ പറ്റുന്നുണ്ടാവില്ല, എന്നാൽ നിന്റെ ഹൃദയം അലിയും എന്റെ വിയോഗത്തിൽ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയുള്ള പരിശുദ്ധ ഭക്തരുടെ വിയോഗം, ഗുരു ആവട്ടെ, ദീക്ഷാഗുരു, ശിക്ഷാഗുരുക്കൾ, അല്ലെങ്കിൽ നമ്മുടെ വളരെ വളരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഭക്തരിൽ സുഹൃത്തുക്കൾ ഉണ്ടാവും, അവരാവാം, നമ്മുടെ ഗൈഡ് ചെയ്തിട്ടുള്ളവരാവണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ഒരുപാട് അറ്റാച്ച്മെന്റ് ഉള്ള വ്യക്തികളാവാം, ആചാര്യന്മാരാവാം. അവരോട് നമുക്കൊരു അവരുടെ ഹരികഥ കേൾക്കുമ്പോഴും അവരുടെ സംഘത്തിലൂടെയൊക്കെ ഒരുപാട് നമുക്ക് ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ അവരോട് ഹൃദയത്തിൽ അവർക്ക് സ്ഥാനം ഉണ്ടാവും, അവരോട് സ്നേഹം ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർ പിരിയുമ്പോൾ തീർച്ചയായിട്ടും വേദന ഉണ്ടാവണം, തീർച്ചയായിട്ടും നമുക്ക് വിഷമം തോന്നണം. അതാണ് ഇവിടെ വിഷമം തോന്നുന്നുണ്ട് എല്ലാവർക്കും, എന്നാൽ കൂട്ടത്തിൽ അവർക്ക് സന്തോഷമുണ്ട്. എന്താണ് സന്തോഷം? വേറൊന്നുകൊണ്ടല്ല, സന്തോഷം അവര് അറിയിക്കുന്നത് പുഷ്പങ്ങൾ സമർപ്പിച്ചുകൊണ്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഭീഷ്മ പിതാമഹൻ വേറെ എങ്ങോട്ടുമല്ല പോകുന്നത്, ഭഗവാന്റെ അടുത്തേക്കാണ് പോകുന്നത്. അദ്ദേഹം ആ നിത്യസിദ്ധനായിട്ടുള്ള ഭീഷ്മ പിതാമഹൻ തിരിച്ച് അദ്ദേഹത്തിന്റെ പൊസിഷനിലേക്ക്, ആത്മീയ ലോകത്തില്, വൈകുണ്ഠ ലോകങ്ങളിൽ അദ്ദേഹത്തിന്റെ പൊസിഷനിലേക്ക് അദ്ദേഹം പോകുന്നു. അപ്പോൾ അതൊരു വലിയൊരു ഉത്സവത്തിന്റെ, അല്ലെങ്കിൽ സന്തോഷിക്കേണ്ട കാര്യമാണ്. ഭഗവാന്റെ നിയോഗപ്രകാരം ഇങ്ങോട്ട് വന്നു, ഭഗവാന്റെ ലീലയിൽ പങ്കെടുത്തു, തിരിച്ച് അദ്ദേഹം ഭഗവാനെ കണ്ടുകൊണ്ട്, ഭഗവാന്റെ സമ്മതത്തോടുകൂടി ഭഗവാനെ കൺമുമ്പിൽ വെച്ച് തിരിച്ച് അദ്ദേഹത്തിന്റെ പൊസിഷനിലേക്ക്, അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥായി എവിടെയാണോ സ്ഥായി ഭാവം അനുസരിച്ച് അദ്ദേഹത്തിന്റെ അസിദ്ധദേഹം അല്ലെങ്കിൽ എവിടെയാണോ, അല്ലെങ്കിൽ എന്താണോ എന്നുള്ളത് അനുസരിച്ച് അദ്ദേഹം അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇങ്ങനെ ആചാര്യന്മാരുടെയും ഇങ്ങനെ വരിഷ്ഠരായിട്ടുള്ള ഭക്തരുടെയും വിയോഗം നമുക്ക് വിഷമം ഉണ്ടാക്കുന്നു. എന്നാൽ അതേ കൂട്ടത്തിൽ തന്നെ നമ്മൾ സന്തോഷിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ആനന്ദവും തോന്നുന്ന ഒരു സമയമാണ്. കാര്യം തിരിച്ച് ഭഗവാന്റെ സേവനങ്ങളിലേക്ക്, ആത്മീയ ലോകങ്ങളിലേക്ക് പോയി, അവിടെ പോയി ഭഗവാനെ നേരിട്ട് സേവിക്കാൻ തിരിച്ചു പോകുന്നത് കാണുമ്പോൾ, അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ അതേ ഒരു ഭാവമാണ് ഇവിടെ കാണുന്നത്. ഭീഷ്മപിതാമഹന്റെ വിയോഗത്തിൽ എല്ലാവരും ഇവിടെ പറയുന്നു, ഭാവാർത്ഥത്തിൽ പ്രഭുപാദി, ദേവതമാരൊക്കെ എല്ലാവരും അവിടെ ഉണ്ട്. ഭൂർഭുവർ ലോകങ്ങളിലെ എല്ലാവരും, സ്വർഗലോകത്തിലെ ആളുകളും എല്ലാവരും പുഷ്പങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറയുന്നു, മഹാജനങ്ങളായിട്ടുള്ള ബ്രഹ്മാവ്, നാരദമുനി, ഭഗവാൻ ശിവൻ, ഇവരെല്ലാവരും ഉണ്ട്. കൂട്ടത്തിൽ ഒരുപാട് രാജാക്കന്മാർ വന്നിട്ടുണ്ട്. അതേപോലെ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാനും കൂടെ നിൽക്കുന്നുണ്ട്. എല്ലാവരും ഉണ്ട്. എല്ലാവരും പുഷ്പങ്ങൾ സമർപ്പിക്കുന്നു. ഭീഷ്മ പിതാമഹനെ യാത്രയാക്കുന്നു, വൈകുണ്ഠത്തിലേക്കുള്ള അവര് യാത്രയാക്കുന്നു. അതാണ് പറയുന്നത്. 46. തസ്യ നിർഹരാണാധീനി സംപരേതസ്യ ഭാർഗവ യുധിഷ്ഠിര കാരയിത്വാ മുഹൂർത്തം ദുഃഖിതോ ഭവത്. രത്നമാതാജി വായിക്കും. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 40. നിർവാഹരണദിനി സംവരേത്യ ഭാർഗവ യുധിഷ്ഠിര കാരയിത്വാ മുഹൂർത്തം ദുഃഖിതോ അഭവത്. വിവർത്തനം ശ്രീല പ്രഭുപാദർ കി ജയ്.
അല്ലയോ ഭൃഗുവംശ അതോ ശൗനകൻ, ഭീഷ്മദേവന്റെ മൃതശരീരത്തിന് ഉദക കർമ്മങ്ങൾ നിർവഹിച്ച ശേഷം മഹാരാജാവ് യുധിഷ്ഠിരൻ ക്ഷണനേരത്തേക്ക് ദുഃഖാകുലനായി തീർന്നു. ഹരേ കൃഷ്ണ. പ്രഭുജി, അത് നിർഭരണാദീനി എന്നാണ്. ഹരേ കൃഷ്ണ. കേട്ടില്ല. എന്തേലും പറഞ്ഞു പ്രഭു. നിർഹരണാദീനി എന്നാണ് ആ വാക്ക്. നിർഭരണാദീനി എന്നാണ്. ഹരേ അതെ, കൃഷ്ണ. ഭാഗവതത്തിൽ നിർഹരണാദീനി തന്നെയാണ്. യെസ്, നിർഹരണ ആദീനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഈ ഫ്യൂണറൽ ചെയ്യുക, അവസാനത്തെ അന്ത്യേഷ്ടി കർമ്മങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നു ശൗനക ഋഷിയോട് ശൂതഗോസ്വാമി പറയുന്നതാണ്, അങ്ങനെ അന്ത്യേഷ്ടി ക്രിയകളെല്ലാം ഭീഷ്മ പിതാമഹന് വേണ്ടി ചെയ്യുന്നു. യുധിഷ്ഠിര മഹാരാജാവും പാണ്ഡവരും എല്ലാവരും ചേർന്ന് അതെല്ലാം ഭംഗിയായി ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. 47-ാമത്തെ ശ്ലോകം. തുഷ്ടുവോർമുനയോ ഹൃഷ്ടാ കൃഷ്ണം തദ്ഗുഹ്യനാമഭി തതസ്തേ കൃഷ്ണ ഹൃദയ സ്വാശ്രമാൻ പ്രയയൂ പുനഃ. വിദ്യമാതാജി വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ശ്ലോകം 47. തുഷ്ടവൂർമുനയോ ഹൃഷ്ട കൃഷ്ണം തത് ഗുഹ്യനാമഭിഃ തതസ്തേ കൃഷ്ണഹൃദയ സ്വാശ്രമാൻ പ്രയയു പുനഃ. വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. പിന്നീട് എല്ലാ ശ്രേഷ്ഠ ഋഷിമാരും ഗുഹ്യമായ വേദമന്ത്രങ്ങളാൽ അവിടെ സന്നിഹിതനായിരുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ പുകഴ്ത്തി. അനന്തരം അവരെല്ലാവരും ശ്രീകൃഷ്ണ ഭഗവാനെ സദാ അവരുടെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് അവരവരുടേതായ ആശ്രമങ്ങളിലേക്ക് മടങ്ങി. ഹരേ കൃഷ്ണ പ്രഭുജി. ഭഗവാൻ ശ്രീകൃഷ്ണനെ അവിടെയുള്ള എല്ലാവരും ആദരിക്കുന്നു, അദ്ദേഹത്തെ സ്തുതിക്കുന്നു. അവിടെ കൂടിയിട്ടുള്ള എല്ലാവരും ദേവതമാരും മറ്റുള്ള വരിഷ്ഠരായിട്ടുള്ള ഋഷിവര്യന്മാരും എല്ലാവരും ഉണ്ട്. എല്ലാവരും ചേർന്ന് ഭഗവാനെ സ്തുതിക്കുന്നു. അതിനുശേഷം എല്ലാവരും അവരവരുടെ ആശ്രമത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ശീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഭക്തർ എപ്പോഴും ഭഗവാന്റെ ഒരു സംരക്ഷണത്തിലാണ്, ഭഗവാന്റെ സംരക്ഷണ വലയത്തിലാണ് ഉള്ളത് എന്നുള്ളത്. അവർക്ക് ഒരിക്കലും നമേ ഭക്ത പ്രണശ്യതി, ഭഗവാൻ വാക്ക് പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ, അല്ലാതെ ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹം പറയുന്നുണ്ട് അതിനെക്കുറിച്ച്. എന്റെ ഭക്തര് എപ്പോഴും, എന്റെ ഭക്തർ എന്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ട് എന്നുള്ളത്. മാത്രമല്ല, ഭക്തരുടെ പുറകിൽ ഞാൻ നടക്കുന്നു എന്നും പറയുന്നു. ഭക്തർ എവിടെയാണോ പോകുന്നത് അവരുടെ പുറകിൽ ഞാൻ പോകുന്നു. അതായത് അത്ര ഭക്തരെ വിട്ട് അദ്ദേഹത്തിന് ഒന്നും ഇല്ല. ഭഗവാന്റെ ഹൃദയത്തിൽ എപ്പോഴും ഭക്തരുണ്ട്. പൂർണ്ണമായിട്ടും ഭഗവാന്റെ സംരക്ഷണ വലയത്തിലാണ് എല്ലാവരും ഉള്ളത്. ഇവിടെ പറയുന്നു വ്യാസദേവനും മറ്റുള്ള ഭക്തരും എല്ലാവരും അവിടെ ഉണ്ട്. അവരെല്ലാവരും ഇതെല്ലാം അറിയാവുന്നവരാണ് അവരെല്ലാം. അതുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചു എന്നുള്ളതാണ് പറയുന്നത്. 48. തതോ യുധിഷ്ഠിരോ ഗത്വാ സഹ കൃഷ്ണോ ഗജാഹ്വയം പിതരം സാന്ത്വയാം ആസ ഗാന്ധാരീം ച തപസ്വിനീം. വായിക്കോ, ആർക്കു വേണമെങ്കിൽ വായിക്കാം. ഹരേ കൃഷ്ണ. വായിക്കട്ടെ പ്രഭുജി. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. തതോ യുധിഷ്ഠിരോ ഗത്വാ സഹ കൃഷ്ണോ ഗജാഹ്വയം പിതരം സാന്ത്വയാം ആസ ഗാന്ധാരീം ച തപസ്വിനീം. വിവർത്തനം. ശ്രീലപ്രഭാത് കെ ജയ്. അനന്തരം രാജധാനിയായ ഹസ്തിനപുരത്തേക്ക് മഹാരാജാവ് യുധിഷ്ഠിരൻ ശ്രീകൃഷ്ണനോടൊപ്പം യാത്രയാകുകയും അവിടെ പേരപ്പനെയും തപസ്വിയായ പേരമ്മ ഗാന്ധാരിയെയും അദ്ദേഹം സാന്ത്വനപ്പെടുത്തുകയും ചെയ്തു. ഹരേ കൃഷ്ണ. യുധിഷ്ഠിര മഹാരാജാവ് അങ്ങനെ എല്ലാം അന്ത്യേഷ്ടിക്രിയകളെല്ലാം കഴിഞ്ഞ് തിരിച്ച് അവർ ഹസ്തിനാപുരത്തിലേക്ക് പോകുന്നു. കൂടെ കൃഷ്ണനുമുണ്ട്. അവിടെ ഹസ്തിനാപുരത്തിലെ ധൃതരാഷ്ട്രവും ഗാന്ധാരിയും ഉള്ള സമയമാണ്, അല്ല, അവര് ഇപ്പോഴും കൂടെയുള്ള സമയമാണ്. അതാണ് ഇവിടെ പറയുന്നത്. അവരുടെ അടുത്തേക്ക് അല്ലെങ്കിൽ തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോകുന്നു. അവിടെ ഗാന്ധാരിയും ധൃതരാഷ്ട്രവും ഉണ്ട് എന്നുള്ളത്. ശിലപ്രഭുപാദി ഗാന്ധാരി മാതയെ കുറിച്ച് ഇവിടെ പറയുന്നു. നല്ല, അതായത് ഗാന്ധാരി മാതയെ സ്തുതിച്ചുകൊണ്ട് പ്രഭുപാദ് ഇവിടെ പറയുന്നു. അതായത് വളരെ
അതായത് ഒരു പരിശുദ്ധ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു ഭാര്യയുടെ ഉദാഹരണമാണ് ഗാന്ധാരി എന്നുള്ളത്. കാര്യം ഭർത്താവിന്റെ കൂടെ തന്നെ എല്ലായ്പ്പോഴും എപ്പോഴും ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ചെയ്തു കൊടുത്തിരുന്നു. അന്ധനായിട്ടുള്ള ഭർത്താവായിട്ട് പോലും എന്നുള്ളത് എല്ലാവിധ സ്തുതികളും അല്ലെങ്കിൽ പ്രഭുപാദ ഇവിടെ സമർപ്പിക്കുന്നു ഗാന്ധാരിക്ക്. ഇവിടെ മാത്രമല്ല, ഇതിനു മുമ്പും 1-2 സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് പ്രഭുപാദ് ഗാന്ധാരിയുടെ മഹാത്മ്യത്തെ കുറിച്ച്. പ്രഭുപാദ് ഇവിടെ അവസാനം പറയുന്നു, ഭാവാർത്ഥത്തിന്റെ അവസാനം, ഭീഷ്മ പിതാമഹനെ പോലെ നല്ല ഒരു ക്യാരക്ടറുള്ള ഒരു വ്യക്തിയാണ് ഗാന്ധാരി മാത എന്നുള്ളത് അവിടെ പറയുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ, വ്യക്തിത്വങ്ങൾ മഹാഭാരതത്തിലുണ്ട് എന്നും പ്രഭുപാദ് ഇവിടെ പറയുന്നുണ്ട് ഈ ഒരു ശ്ലോകത്തിന്റെ അവസാനം, ഭാവാർത്ഥത്തിന്റെ അവസാനം. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ഭീഷ്മ പിതാമഹനുമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല ഗാന്ധാരിയെ. ഗാന്ധാരി ധൃതരാഷ്ട്രരുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ധൃതരാഷ്ട്ര ചെയ്തിട്ടുള്ള പല തെറ്റായിട്ടുള്ള കാര്യങ്ങൾക്കും തീരുമാനങ്ങൾക്കും കണ്ണടക്കേണ്ടി വന്നിട്ടുണ്ട്. അത് സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു കമ്പാരിസൺ നമുക്ക് നടത്താൻ സാധിക്കില്ല. എന്നാലും ഒരു ഭാര്യ അല്ലെങ്കിൽ ആ ഒരു അത്രയും ആത്മാർത്ഥ്യമുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു അവരുടെ, സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എടുത്തു പറയുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ശ്ലോകം 49 ഈ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം. പിത്ര ചാനുമതോ രാജ വാസുദേവാനുമോദിതഃ ചകാര രാജ്യം ധർമ്മേണ പിതൃപൈതാമഹം വിഭോ. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. വായിക്കൂ, ആരെങ്കിലും ഒരാൾ വായിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 49. പിത്രാചാനുമതോ രാജ വാസുദേവാനുമോദിതഃ ചകാര രാജ്യം ധർമ്മേണ പിതൃപൈതാമഹം വിഭുഃ. വിവർത്തനം ശ്രീലപ്രഭുപാദ് കി ജയ്. ഇതിനുശേഷം മഹാധർമാത്മാവായ മഹാരാജാവ് യുധിഷ്ഠിരൻ തന്റെ വലിയച്ഛനാൽ അംഗീകരിക്കപ്പെട്ടതും ഭഗവാൻ ശ്രീകൃഷ്ണനാൽ സ്ഥിരീകരിക്കപ്പെട്ടതുമായ രാജകീയ തത്വങ്ങളും നിയമസംഹിത കർശനവുമായി അനുസരിച്ച് രാജ്യഭരണം നിറവേറ്റി. ഹരേ കൃഷ്ണ പ്രഭു. അതിനുശേഷം യുധിഷ്ഠിര മഹാരാജാവ് അദ്ദേഹത്തിന്റെ രാജ്യഭരണം തുടരുന്നു. വളരെ ഭംഗിയായി ഇവിടെ പറയുന്നു, എല്ലാവിധ നിയമങ്ങളും പാലിച്ചുകൊണ്ട്, ധർമ്മം പാലിച്ചുകൊണ്ട്, ധർമ്മേണ എന്നാണ് പറയുന്നത്. അതായത് ധർമ്മം എന്താണോ അത് മാത്രമേ യുധിഷ്ഠിര മഹാരാജാവ് ഫോളോ ചെയ്തിരുന്നുള്ളൂ. അങ്ങനെ അദ്ദേഹം ഭഗവാന്റെ ഒരു നിർദ്ദേശപ്രകാരം, അതേപോലെ തന്നെ ഭീഷ്മ പിതാമഹന്റെ നിർദ്ദേശപ്രകാരം, ഭീഷ്മ പിതാമഹൻ ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് യുധിഷ്ഠിര മഹാരാജാവിനെ കുറച്ചു മുമ്പ്, അല്ലെ, ഈ അദ്ദേഹത്തിന്റെ തുടക്കത്തിൽ. അതെല്ലാം അദ്ദേഹം കേട്ടിട്ടുണ്ട്. അതെല്ലാം അനുസരിച്ച് അദ്ദേഹം ഭംഗിയായിട്ട് രാജ്യം ഭരിച്ചു മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ മനോഹരമായി പറയുന്നു, യുധിഷ്ഠിര മഹാരാജാവ് വെറും ഒരു ടാക്സ് കളക്ട് ചെയ്യുന്ന ഒരു സാധാരണ ഒരു രാജാവ് മാത്രമായിരുന്നില്ല എന്നുള്ളത്. അദ്ദേഹം ഒരു പരിശുദ്ധ ഭക്തനാണ്. അദ്ദേഹം രാജഋഷിയായിരുന്നു. എല്ലാ സിറ്റിസൺസിന്റെയും, എല്ലാ പ്രജകളുടെയും ക്ഷേമം അദ്ദേഹം നോക്കിയും കണ്ടും ചെയ്തു കൊടുത്തിരുന്നു. എല്ലാം ഭംഗിയായി ചെയ്തിരുന്നു. അങ്ങനെ പറയാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു രാജാവ് എന്നുള്ളത് നമ്മൾ ചരിത്രം നോക്കുമ്പോൾ അതിൽ യുധിഷ്ഠിര മഹാരാജാവിന്റെ പേര് വരുന്നു. ഇത്രമാത്രം ഒരു വരിഷ്ഠനായിട്ടുള്ള ഭക്തനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് അത് സാധിച്ചു എന്നുള്ളതെല്ലാം പ്രഭുപാദ് ഇവിടെ പറയുന്നു. യുധിഷ്ഠിര മഹാരാജാവിനെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹം ഈ ഒരു ഭാവാർത്ഥം അവസാനിപ്പിക്കുന്നു. അങ്ങനെ ഈ 9ാമത്തെ അധ്യായവും ഇവിടെ അവസാനിക്കുന്നു. ഭഗവാന്റെ കൃപ കൊണ്ട്, ശീലപ്രഭുപാദിന്റെ കൃപ കൊണ്ടും ആചാര്യന്മാരുടെ കൃപ കൊണ്ടും നമ്മളത് പഠിച്ചു. ഇനി അടുത്ത ദിവസം, നാളെ ആയിരിക്കും നമ്മൾ അടുത്ത ചാപ്റ്റർ തുടങ്ങുന്നത്. ഇന്ന് നമ്മൾ തുടങ്ങുന്നില്ല. ഭഗവാൻ അനുഗ്രഹം കൊണ്ട് നമുക്ക് 10ാമത്തെ അധ്യായം നാളെ തുടരാം. ग्रंथराज श्रीमद् भागवतम की जय, जगत गुरु शीला प्रभुपाद की जय, समवेद गौर भक्त वृंद की जय, भीष्म पितामहन की जय, भीष्म स्तुति की जय, गौड़ीय गुरु वृंद की जय, शचीनंदन श्री गौर हरि की जय, श्रील गुरुदेव की जय. जय जय श्री राधे श्याम. थैंक यू. हरे कृष्णा. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ
ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. പറയൂ. ഹരേ കൃഷ്ണ പ്രഭുജി. അപ്പോ നിർവികൽപ്പ സമാധിയാണോ ഭീഷ്മ പിതാമഹൻ? മനസ്സിലായില്ല. നിർവികൽപ്പ സമാധിയിലാണോ? അതാണ് അവസാനം പറയുന്നത് നിർവികൽപ്പ കൽപ്പസമാധിയാണ് അല്ലേ? അത് അങ്ങനെ ഒരു ടെർമിനോളജിയാണ്. അതിന്റെ അർത്ഥം വേറൊന്നുമല്ല, തിരിച്ച് അതായത് അദ്ദേഹം പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ ശരീരവും മനസ്സിനെയും എല്ലാം ഭഗവാനിലേക്ക് സമർപ്പിക്കുന്നു എന്നുള്ളത് പറഞ്ഞുകൊണ്ട് പറയുന്നതാണ് സമാധി. സമാധി എന്ന് പറയുമ്പോൾ എപ്പോഴും അതാണ് ഫുൾ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുക ഭഗവാനിലേക്ക്. അതാണ് സമാധി. അതിന്റെ പേര് അങ്ങനെയായിരിക്കും, എനിക്കറിയില്ല. അതാണ് പ്രഭുപാദ് പറഞ്ഞത്. അത് ഞാൻ എടുത്തു പറഞ്ഞു. ക്ലാസ്സിനിടയിൽ അങ്ങനെ ഒരു ടേം അങ്ങനെ ഫോക്കസ് ചെയ്തു എന്ന് പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചാണ്. ഞാൻ പറഞ്ഞത് പ്രഭുപാദ് പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞതാണ്. അതിന്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല, പേരങ്ങനെയാണ്. പക്ഷെ അതിന്റെ അർത്ഥം എന്താണെന്ന് പ്രഭുപാദ് അവിടെ എഴുതുന്നുണ്ട്. ശരീരവും മനസ്സും വാക്കുകളും ഇന്ദ്രിയങ്ങളും എല്ലാം ഭഗവാനിലേക്ക് പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്ന അവസ്ഥയാണ് പറയുന്നത്. അതിനെയാണ് ഈ സമാധി, ഈ നിർവികൽപ്പ സമാധി എന്ന് പറയുന്നത് എന്ന് അവിടെ പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാമം. ഹരേ കൃഷ്ണ. ജി കെ നായർ പ്രഭു പറയൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരു സംശയം ചോദിച്ചോട്ടെ പ്രഭുജി. അതായത് നമ്മുടെ പ്രസിദ്ധമായ വിഷ്ണു സഹസ്രനാമം ഭീഷ്മ പിതാമഹന്റേതാണല്ലോ. അപ്പൊ അത് ഈ സ്തുതിയുമായിട്ട് എങ്ങനെയാണ് പ്രഭു? അത് സ്തുതിക്ക് മുമ്പ് അദ്ദേഹം നടത്തിയെന്നാണോ പരാമർശം മനസ്സിലാക്കേണ്ടത്? ഒന്ന് പറഞ്ഞു തരണേ. അതിനെക്കുറിച്ച് പരാമർശിക്കുന്നില്ല എങ്കിലും. അതെ, അതിനെക്കുറിച്ച് ഭാഗവത്തിൽ പരാമർശിക്കുന്നില്ല. അത് എപ്പോൾ പറഞ്ഞു എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഭാഗവതത്തിൽ പറയുന്നില്ല. എന്നാൽ മഹാഭാരതത്തിൽ അത് പറയുന്നുണ്ട്. എവിടെയാണ്, ഏത് സമയത്താണ് പറയുന്നത്. കാര്യം മഹാഭാരതത്തിൽ അത് വിഷ്ണു പർവ്വത്തില് വരുന്നുണ്ടെന്നുള്ളതാണ്. ഞാൻ അതിന്റെ ശരിയായിട്ടുള്ള ഒറിജിനൽ മഹാഭാരതം വായിച്ചിട്ടില്ല, എന്നാലും അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഭാഗവത്തിൽ എടുത്ത് പറയുന്നില്ല എന്ന് മാത്രം. എന്താണെങ്കിലും ഭീഷ്മ പിതാമഹന്റെ തിരുമുഖത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ് തീർച്ചയായിട്ടും സഹസ്രനാമം എന്നുള്ളത് നമുക്ക് ആ ഒരു കാര്യം ഉറപ്പാണ്. കൂട്ടത്തിൽ ഈ സ്തുതികളും. ഇപ്പൊ ഭാഗവതത്തിൽ അത് സ്തുതികളാണ് പറയുന്നത്. സ്തുതികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം. ഓക്കെ പ്രഭു, അത്രയാണ് എനിക്ക് അറിയുന്നത്. അതിനും കൂടുതൽ അതിനെ കുറിച്ച് അറിയില്ല പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഭീഷ്മ പിതാമഹൻ ശരശയ്യൽ കിടന്നുണ്ടായത് ശ്രീ വിഷ്ണു സഹസ്രനാമം പറഞ്ഞെന്നാണ് പറയുന്നത്. അതെ എപ്പോഴാണെന്നാണ് പ്രഭു ചോദിച്ചത്. ഇതിനു മുമ്പാണോ പുറകിലാണോ എന്നുള്ളത്. അത് എവിടെയാണെന്ന് അങ്ങനെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്കത് അറിയില്ല. എന്താണെങ്കിലും ഭീഷ്മ പിതാമഹൻ പറഞ്ഞതാണ് എന്നുള്ളത് അംഗീകരിക്കാം. അതാണ് ഞാൻ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഗീതാബായി മാതാജി പറയും. പ്രഭുജി, ഇത്രയും സമയം പ്രഭുജിയുടെ ക്ലാസ് കേട്ടിട്ട് എനിക്ക് ഭീഷ്മ പിതാമഹന്റെ ഫ്യൂണറലില് ഭഗവാനും പാണ്ഡവരും ദേവന്മാരും രാജാക്കന്മാരും മഹാമുനിമാരും ഋഷിമാരോടും ഒപ്പം മനസ്സുകൊണ്ട് ആ ഫ്യൂണറലിൽ പങ്കെടുക്കാൻ പറ്റിയതുപോലെ തോന്നുന്നു. മാതാജി ഒരുപാട് മുന്നിൽ പോയിട്ടുള്ള വ്യക്തിയാണ്. നമുക്കൊന്നും ചിന്തിക്കാത്ത ഒരു സ്ഥിതിയിൽ ഗീതാബായി മാതാജി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ മാത്രമല്ല, മാതാജിയുടെ റിഫ്ലക്ഷൻസും റിയലൈസേഷൻസും ഒക്കെ മാതാജി പറയാറുള്ളതൊക്കെ വളരെ ഡീപ്പായിട്ട് തോന്നാറുണ്ട്. എന്തായാലും അത് ആനന്ദ പത്മനാഭ സ്വാമിയുടെ ഭഗവാന്റെ മഹാ അനുഗ്രഹമാണെന്ന് കൂട്ടിക്കോളൂ. അതങ്ങനെ തന്നെ നിലനിന്ന് പോകട്ടെ മുന്നോട്ട്. ഭഗവാന്റെ കൃപയുണ്ടാവട്ടെ. മാതാജിയുടെ ഹൃദയത്തിലുള്ള ആത്മീയമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭുജി. സോറി, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വസു പൊസിഷനിലേക്കാണോ അതേ നേരെ ഭഗവാന്റെ അടുത്തേക്കാണോ പോയത്? അത് വരുന്നുണ്ടല്ലേ പ്രഭു? വസു പൊസിഷൻ താൽക്കാലികമായിട്ടുള്ള ഒരു റോളാണ്. ഇവിടെ ഭൗതിക ലോകത്തിലാണല്ലോ അത് ഉള്ളത്. അപ്പോൾ അത് ഈ വസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവതമാരെ പോലുള്ള ഒരു പൊസിഷനാണ്. 33 കോടി ദേവതമാരിൽ വരുന്നതാണ് ഇവരെല്ലാവരും. അപ്പോൾ അങ്ങനെ ഒരു റോൾ അദ്ദേഹത്തിനുണ്ട്. അത് പക്ഷെ ഇദ്ദേഹത്തിന്റെ പാർഷ്യൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു വിസ്തരണമാണ് വസു. അദ്ദേഹത്തിന്റെ ഒറിജിനൽ സ്വരൂപം വൈകുണ്ഠത്തിലാണുള്ളത്. ഇപ്പോൾ നമ്മൾ പറയില്ലേ, സദാശിവന്റെ കാര്യം പറയും. സദാശിവൻ വൈകുണ്ഠ ലോകങ്ങളിലാണ് ഉള്ളത്. ആ സദാശിവന്റെ എക്സ്പാൻഷൻസ് ആണ് പിന്നെ ഇവിടെ വരുന്ന
രുദ്രൻ എന്ന് പറയുന്നത് സംഹാരത്തിന് സഹായിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇവർ ഭഗവാന് മാത്രമല്ല, ഭഗവാന്റെ ഭക്തർക്കും ഇതേപോലെ അതായത് വിസ്തരണങ്ങളും ഉണ്ടാവും, പാർഷ്യൽ ആയിട്ടുള്ള എക്സ്പാൻഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഇതിനെ. ഓക്കെ പ്രഭു. ഓക്കെ, ഹരേ കൃഷ്ണ. വേറെ സംശയമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാരും വരിക. പ്രഭുജിയുടെ ആദരവുപൂർവ്വം 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ രാമ രാമ സർവേശ കൃപാ സിന്ധുപേ വിജ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनेक कोटि वैष्णव वृंद के हरिनाम संकीर्तन यज्ञ के हरे कृष्णा महामंत्र के श्रील प्रभुपाद की जय. श्री आनंद पद्मनाभ स्वामी की जय. हरे कृष्णा. प्रभु जी धन्यवाद. हरे कृष्ण. ഹരേ കൃഷ്ണ. എല്ലാവരും നന്ദി പറയുന്നു. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.